എന്റെ വിഷയം ഒരു തങ്ങന്മാർക്കും മൊയിലമാർക്കും പണിയില്ല. ഏറ്റവും വലിയ വിഷയം അതാണ്. പിന്നെ നമുക്ക് ഇഷ്ടം പോലെ പൈസ ആളുകൾ കൊണ്ടു തരുന്നുണ്ട്, അതും ഒരു വിഷയമാണ്. അപ്പൊ എങ്ങനെയെങ്കിലും നമ്മൾ പൂട്ടിയാലേ മറ്റേ തങ്ങന്മാർക്കും മൊയിലന്മാർക്കും എന്താവുള്ളൂ, പണി ഉണ്ടാവുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ മുലിയാമാർക്കും തങ്ങന്മാർക്കും യാതൊരു പണിയുമില്ല, അവർ ചൊറികുത്തി വീട്ടിലിരിക്കുകയാണ്. അതുകൊണ്ടാണ് തനിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് എന്നാണ് നമ്മുടെ സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ ഇപ്പോൾ ഒരു വിമർശനമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ സ്ഥാപനം പൂട്ടിപ്പോയാലേ തങ്ങന്മാർക്കും മുലിയാമാർക്കും പണി ഉണ്ടാകൂ എന്നും, അതുപോലെ തന്നെ ഇവിടെ കുന്നുകൂടുന്ന പൈസകൾ കണ്ടിട്ട് ഹാലിളകിയിട്ടാണ് മുലിയാമാർ തനിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് എന്ന രൂക്ഷ വിമർശനമാണ് തങ്ങൾ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. തങ്ങളോട് നമുക്ക് വിനീതപൂർവ്വം പറയാനുള്ളത്, തങ്ങൾ എടുക്കുന്ന പണിയല്ല മുലിയാമാരും തങ്ങന്മാരും എടുക്കുന്നത് എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ്. തങ്ങളൊന്ന് പാണക്കാട്ടോ അല്ലെങ്കിൽ ഭാര്യ തങ്ങളുടെ വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് തങ്ങന്മാരെന്താണ് ചെയ്യുന്നത് എന്നൊന്ന് കണ്ടു പഠിക്കണം. അവരാരും മതമിറ്റ് ജീവിക്കുന്ന ആൾക്കാരല്ല, അത് തങ്ങൾ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. പിന്നെ മുലിയാമാർക്ക് ഇതല്ല പണി. മുലിയാമാർക്ക് കുട്ടികളെ ഇൽമു പഠിപ്പിക്കലും മതപ്രബോധനം നടത്തലും അതൊക്കെയാണ് അവരുടെ ജോലി. തങ്ങളെടുക്കുന്ന പണിയല്ല അവർ എടുക്കുന്നത് എന്ന് വിനീതമായി ഞങ്ങൾക്ക് തങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. തങ്ങൾ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ തങ്ങൾ പറയുന്നുണ്ട്, മുലിയാമാർക്കൊന്നും ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞ തങ്ങൾ ഇപ്പോൾ സകല മുലിയാമാരെയും തങ്ങളെയും കുറ്റം പറയുന്ന നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഏതായാലും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നു. നമ്മുടെ തങ്ങൾ അതുപോലെ തന്നെ യൂട്യൂബർമാർക്ക് 7 ലക്ഷം കൊടുത്തതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വിമർശനം ഉന്നയിച്ചിരുന്നു. ഏതായാലും അൽഹംദുലില്ലാ അതിന് തങ്ങൾ ഇപ്പോൾ മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ആദ്യമായിട്ടൊന്ന് കേൾക്കാം. ആ ഹൈദർ മധൂറിനെ ഇവരൊക്കെ രംഗത്ത് ഇറക്കിയത് ആരറിയാം? ഇന്നെ ചികിത്സ പഠിപ്പിച്ച ഉസ്താദിന്റെ മക്കള്. ഈ ഉസ്താദാണ് മഞ്ചേരി പന്തലൂരിലെ PMS പൂക്കോയ തങ്ങളെ ഓലാണ് അന്ന് വിവാദത്തിന് തീ കൊളുത്തിയത്. അങ്ങനെ എന്റെ കൂടെ ആ തങ്ങളെ മോന് ജോലി ചെയ്തിരുന്നു ബോംബെയിൽ. അന്ന് ബോംബെയിൽ ജോലി ചെയ്ത സമയത്ത് എടുത്ത ഫോട്ടോസാണ് എന്തേന് ആ ബസ്സിൽ അങ്ങനെ കുറച്ച് ഇതും ആ ഫോട്ടോസാണ് എന്താണത് ഓല് പുറത്ത്. അന്ന് ആ ഫോട്ടോ പുറത്ത് വിട്ടപ്പോ 47,000 കെ ഉള്ളത് എന്തായി 5,000. അങ്ങനെ ദന്തർ നിങ്ങൾ അറിയേണ്ട കഥകളാണ്. അങ്ങനെ എന്താക്കി ഒരു ദിവസം ഹൈദർ മധൂറിനെ വിളിച്ചു. അന്ന് 4 കൊല്ലം. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് 47 പോയിട്ട് 5 എല്ലാരും പോയി. ഈ യൂട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്ലാറ്റ്ഫോമാണ്. അതെല്ലാവരും എന്ത് ചെയ്യും, കാണും. ഒരു മനുഷ്യനെ കുറിച്ചിട്ട് കുറെ ആളുകൾ നിരന്തരമായിട്ട് ഇങ്ങനെ ആക്ഷേപങ്ങൾ പറയുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ജനങ്ങൾക്ക് എന്താവും, വെറുപ്പാവും. അതാണ് ഇപ്പൊ സംഭവിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് നേരം വൈകിയിട്ടില്ല, ഞങ്ങൾ ഇന്നും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഞങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾ സെറ്റിൽ ആയിക്കൊള്ളുന്ന. അങ്ങനെ കുറെ ആളുകൾ എന്നോട് പറഞ്ഞിട്ടാണ് അന്ന് നമ്മൾ അവർക്ക് പൈസ കൊടുക്കുന്നത്. വീണ്ടും നമ്മളെ മജ്‌ലിസ് എന്തായി, പഴയതുപോലെ ആയിട്ട് പിന്നെ ഒരു അടുത്ത് വിളിച്ച് 10 ലക്ഷം റുപ്യ വേണമെന്നാണ്. ഇപ്പൊ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു 10 ലക്ഷം റുപ്യ വേണം. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പോൾ ഈ ഒരു വിമർശനം ആദ്യമായിട്ട് യൂട്യൂബിൽ നമ്മളായിരുന്നു ഉന്നയിച്ചിരുന്നത്. അപ്പോൾ തങ്ങൾ ഏതായാലും അതിന് മറുപടി പറഞ്ഞിരിക്കുകയാണ്. തങ്ങൾ പറയുന്നുണ്ട്, എന്നെ പഠിപ്പിച്ച ഉസ്താദിന്റെ മക്കളാണ് ഹൈദർ മധൂറിനെ കൂട്ടുപിടിച്ചുകൊണ്ട് തനിക്കെതിരെ രംഗത്തിറങ്ങി ആദ്യമായി ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് എന്നാണ് ഇപ്പോൾ നമ്മുടെ ആറ്റക്കോയ തങ്ങൾ പറയുന്നത്. അത് ഉസ്താദിനുള്ള ഗുരുദക്ഷിണയായിട്ട് കണക്കാക്കാം. കാരണം അദ്ദേഹമാണ് അദ്ദേഹത്തിനെ ചികിത്സ പഠിപ്പിച്ചത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഗുരുദക്ഷിണയാണ് അവരുടെ മക്കളെക്കുറിച്ച് തന്നെ ഉസ്താദ് ആദ്യമായിട്ട് പൊതുജന മധ്യത്തിൽ വെച്ച് ആക്ഷേപിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം അന്ന് അദ്ദേഹത്തിന്റെ മക്കളുടെ കൂടെ ബോംബെയിൽ ജോലിയെടുത്ത സമയത്ത് ഇറച്ചി കടിച്ചു വലിക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലാം കണ്ടതാണ്. അതാണ് വിവാദമായിരുന്നത് ആദ്യമായിട്ട്. ആ ഫോട്ടോ വന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ നൂറെ ഹബീബെ മജ്ലിസ് എന്ന് പറയുന്ന അതിൽ ഓൺലൈനിലായി ഏകദേശം 45,000 കാണികൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഏകദേശം വെറും 5,000 കെയിലേക്ക് അത് ഒതുങ്ങിപ്പോയപ്പോൾ തങ്ങൾക്കാകെ ബേജാറായി. എല്ലാവരും തന്നെ വിട്ടുപോകുമെന്ന ഒരു വെപ്രാളം തങ്ങൾക്കുണ്ടായി എന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് വേണമെങ്കിൽ നമുക്കൊന്ന് സെറ്റിൽമെന്റിന് ശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചാൾ വട്ടമേശ സമ്മേളനം നടത്തിയതിന്റെ
ഒരു അവസാനം എന്ന ഘട്ടത്തിലാണ് അദ്ദേഹം 7 ലക്ഷം രൂപ ആ യൂട്യൂബർക്ക് കൊടുത്ത് അത് ഒതുക്കിയത് എന്നാണ് പറയുന്നത്. കാരണം അതല്ലെങ്കിലും തങ്ങൾ അതുവരെ പറഞ്ഞു, കാരണം അതിനുശേഷം ബാക്കി കാര്യങ്ങളുണ്ട്, കുറച്ച് പ്രശ്നങ്ങൾ കൂടി ഉണ്ടായിരുന്നു, ആ പ്രശ്നങ്ങളും കൂടി പുറത്തേക്ക് വരും എന്ന് പേടി തോന്നി ഈ 5000 കൂടി പോയി തന്റെ മജ്ലിസ് പൂട്ടിപ്പോകും എന്നൊരു ഘട്ടം എത്തിയപ്പോഴാണ് 7 ലക്ഷം കൊടുത്തത് എന്നൊരു സത്യം തങ്ങൾ പറഞ്ഞു. ബാക്കി കേൾക്കാം. വെള്ളിയാഴ്ച ഞാൻ ജുമാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഇവിടെ എല്ലാ വെള്ളിയാഴ്ച എന്തുണ്ടാവും, 12 മൊയിലന്മാർക്ക് ചോറ് കൊടുക്കലുണ്ട്. അങ്ങനെ ഞാൻ വന്നപ്പോ അബ്ദുലിനോട് പറഞ്ഞു, തങ്ങളൊരു വോയിസ് മെസ്സേജ് ഉണ്ട്, 6 മിനിറ്റ് ഉണ്ട്, അതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ഇമ്പോർട്ടന്റ് മെസ്സേജ് ഉണ്ട്, ഇമ്പോർട്ടന്റ് മെസ്സേജ്. അങ്ങനെ ഇമ്പോർട്ടന്റ് മെസ്സേജ് എന്തുണ്ട് ഞാൻ കണ്ടുന്നല്ല, ഞാൻ നോക്കി. അപ്പോൾ വെള്ളിയാഴ്ച പള്ളി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ PA അബ്ദു വന്നു പറഞ്ഞു, ഉസ്താദിനൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, അതിന്റെ മുകളിൽ ഇമ്പോർട്ടന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച 12 മുലാമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ദിവസമായതുകൊണ്ട് അദ്ദേഹം കുറച്ച് ബിസി ആയിരുന്നു. അദ്ദേഹം നോക്കിയപ്പോൾ നോക്കി മെസ്സേജിന്റെ മുകളിൽ ഇമ്പോർട്ടന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് കേൾക്കാം. അത് കേട്ടു. അതിന്റെ ബാക്കി തങ്ങൾ പറയുന്നത് കേൾക്കാം. നിങ്ങള് കൂടെ ജോലി ചെയ്യുന്ന ശിഹാബ് തങ്ങളെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒഴിവാക്കണം. അയാള് അതിന് വരണ്ടേക്കാം. അയാള് അതിന് കുഴപ്പമില്ല, വന്നാലും കുഴപ്പമില്ല. അയാള് വളരെ മോശമാണ്. അയാൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താക്കി അവിടെ സ്റ്റോപ്പാക്കി. തിരിച്ച് ഞാൻ മറുപടി കൊടുത്തു. ഞാൻ ഉസ്താദുമാർക്ക് ചോറ് കൊടുക്കുന്ന തിരക്കിലാണ്, അങ്ങനെ കുറച്ച് നിങ്ങൾ അങ്ങോട്ട് വിളിക്കാന്ന്. ഇതുവരെ തനിക്ക് ആരും മെസ്സേജ് അയച്ചിട്ടില്ല എന്ന് പറഞ്ഞ തങ്ങൾ ആൾക്കാരെ മുന്നിൽ വെച്ച് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ തങ്ങൾ മറുപടി കൊടുക്കുകയാണ് ആ സ്ത്രീക്ക്, താൻ 12 ഉസ്താദുമാർക്ക് ചോറ് കൊടുക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് ആ ഇത്താത്താക്ക് ഈ ഉസ്താദ് മെസ്സേജ് കൊടുത്തു. ഇതുവരെ ഞാൻ ചാറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ അതേ ആറ്റക്കോയ തങ്ങൾ പറയുന്നു, ഞാൻ ഉസ്താദുമാർക്ക് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങോട്ട് വിളിക്കാം. ബാക്കി കേൾക്കാം. തിരിച്ച് ഞാൻ അവരെ വിളിച്ചു. അതാണ് ഞാൻ 8 മാസം സത്യത്തിൽ അവര് പറഞ്ഞത് തെറ്റിയതാണ്. 8 മാസം ഓല് തമ്മിലായിരിക്കും ചാറ്റ് ചെയ്തിരിക്കുക. ആര് രാവിലങ്ങളും ഞാൻ അത് കേട്ടില്ല. എന്താ പറഞ്ഞത്? ഞാൻ ചാറ്റ് ചെയ്തു. അപ്പൊ തങ്ങളല്ലേ ഇതിനെ മുന്നേ പറഞ്ഞ ഞാൻ ചാറ്റ് ചെയ്തില്ല, എൻ്റെ നമ്പറിലേക്കല്ല, ഞാൻ ആ നമ്പർ അറിയില്ല, തെളിയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് തങ്ങൾ ഇപ്പോൾ പറയുന്നു ഞാൻ ചാറ്റ് ചെയ്തു. ആ പഴയ കാര്യം ഒന്നുകൂടി കേൾക്കാം. അവര് പറഞ്ഞ കാര്യങ്ങളെ കുറെ നമ്മളെത്തുണ്ട്. നമ്മളോട് ചാറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യട്ടെ, ഓള് പുറത്തു കൊടുത്തേ. ഒരു പേടിക്കണ്ട, നിങ്ങളെ തങ്ങളോട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഓക്കെ? അല്ല, ഇത് എന്തോന്നും മറിമായം. തങ്ങളല്ലേ പറയുന്നത് താൻ ചാറ്റ് ചെയ്തിട്ടില്ല, തങ്ങളൂട്ടിയെ നിങ്ങൾക്ക് വിശ്വസിക്കാം, ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ചാറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അതേ തങ്ങൾ ഇപ്പോൾ പറയുന്നു ഇല്ല, ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട്, 45 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു, അതാണ് ഞാൻ ചെയ്ത ചാറ്റിംഗ്. അതിനാണ് സാർ ചാറ്റിംഗ് എന്ന് പറയുന്നത്. തങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്ന് പറയില്ല, ഇംഗ്ലീഷ് ആയതുകൊണ്ടായിരിക്കും. തങ്ങൾക്ക് ചാറ്റിംഗ് എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് തോന്നുന്നു. ആദ്യം തങ്ങൾ പറഞ്ഞു ഞാൻ ചാറ്റ് ചെയ്തിട്ടില്ല, ഇപ്പോൾ തങ്ങൾ പറഞ്ഞു ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട്, തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവൾ പറഞ്ഞ ആ മെസ്സേജ് കേട്ടു, ഷിഹാബ് മോശക്കാരനാണ്, അവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് തങ്ങളോട് പറഞ്ഞു. ഷിഹാബ് മോശക്കാരനാണ്, അവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ആ ഷിഹാബ് എന്ന് പറയുന്ന ആൾ തങ്ങളുടെ വലതുവശത്ത് തങ്ങളുടെ വലങ്കൈയായി ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ആ വ്യക്തി ആ മെസ്സേജിൽ തന്നെ പറയുന്നുണ്ട് അവരിൽ നിന്ന് പണം വാങ്ങി. ഉസ്താദ് സമ്മതിക്കുന്നുണ്ട്. ഷിഹാബ് ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയെന്ന് ഉസ്താദ് സമ്മതിക്കുന്നുണ്ട്. ഈ വ്യക്തി തങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കാലത്തോളം അതിൻ്റെ ഉത്തരവാദിത്തം തങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ തങ്ങൾ ഇത്രയും കാലം എല്ലാവരെയും വിഡ്ഢിയാക്കിക്കൊണ്ട് എല്ലാവരോടും പറഞ്ഞു ഞാൻ ആ സ്ത്രീയുമായിട്ട് ചാറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് ആ സ്ത്രീയെ അറിയില്ല, എൻ്റെ പേഴ്സണൽ നമ്പർ അവളുടെ കയ്യിൽ ഇല്ല. അപ്പോൾ അബ്ദ് കൊണ്ടുത്തരുന്ന മെസ്സേജ് തങ്ങൾ നോക്കി തങ്ങൾ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ. അതിനുശേഷം തങ്ങൾ ആ മെസ്സേജ് തുറന്നതിന് ശേഷം ആ സ്ത്രീക്ക് മെസ്സേജിന് മറുപടി കൊടുക്കുന്നു. താൻ കുറച്ച് കഴിഞ്ഞിട്ട് മുലിയാർക്ക് ചോറ് കൊടുത്തതിന് ശേഷം അങ്ങോട്ട് വിളിക്കാമെന്ന് മെസ്സേജ് അയച്ചു കൊടുക്കുന്നു. ഇതൊക്കെ തങ്ങൾ തന്നെയാണ് പറയുന്നത്. ഒരു 2 ദിവസം മുന്നേ തങ്ങൾ പറഞ്ഞു ഇല്ല, എൻ്റെ നമ്പറിൽ അങ്ങനെ മെസ്സേജ് വന്നിട്ടില്ല, എനിക്ക് ആ സ്ത്രീയെ അറിയില്ല.
എന്തൊക്കെയായാലും തങ്ങളുടെ പേരിൽ നമ്പർ തങ്ങളുടെ പേരിലല്ല എന്നുള്ളത് മാത്രമാണ് സത്യം. തങ്ങൾ താറ്റ് ചെയ്തിരുന്നു എന്നും തങ്ങൾക്ക് ആ സ്ത്രീയെ അറിയാമെന്നും ആ സ്ത്രീയോട് പൈസ വാങ്ങിയെന്നും എല്ലാം തന്നെ തങ്ങളിപ്പോൾ സമ്മതിച്ചൊരു മട്ടാണ്. എന്താണ് തങ്ങളെ ഇനി തെളിയിക്കാനുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. തങ്ങളിപ്പോൾ പറയുന്നു മൊലിയാമാർക്കും തങ്ങന്മാർക്കൊന്നും വേറെ പണിയില്ലാത്തത് കൊണ്ട് തനിക്കെതിരെ വിമർശനം ഉന്നയിക്കുകയാണ് എന്നാണ് തങ്ങൾ പറഞ്ഞു നടക്കുന്നത്. തങ്ങളെ മുലിയാമാരും തങ്ങളൊന്ന് ഈ പാണക്കാട് തങ്ങളെടുത്തും അതുപോലെ തന്നെ ബുഖാരി തങ്ങളെടുത്തൊക്കെ ഒന്ന് പോയിട്ട് തങ്ങന്മാർ എന്താണ് ചെയ്യുന്നത് ഒന്ന് കാണണം. അല്ലാതെ തങ്ങൾക്ക് എല്ലാ തങ്ങന്മാരും തങ്ങളെപ്പോലെ ഇങ്ങനെ മജീസ് നടത്തി അതിന് പൈസ പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല. തങ്ങളുടെ പൈസ കണ്ട് പേടിക്കുന്ന ആൾക്കാരുമല്ല. പണക്കാട്ട തങ്ങന്മാർക്കൊക്കെ തങ്ങളുടെക്കാട്ടിലും ഒരു 100 ഇരട്ടി സമ്പാദ്യം അവിടെ തന്നെ ഉണ്ട്. ഇനി അവർ വേണമെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ഉറുപ്പിക കൊടുക്കാൻ ഇന്ന് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ സന്നദ്ധമാണ്. കാരണം അവരാരും ഇത്തരം പരിപാടി ചെയ്യുന്ന ആൾക്കാരല്ല. താങ്കൾ പറയുന്നുണ്ട് താങ്കൾക്ക് യുനാനി ചികിത്സയെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ല, എനിക്ക് അതിനെക്കുറിച്ചൊരു കുന്തവും അറിയില്ല എന്ന് പറയുന്ന താങ്കൾ എന്ത് ചികിത്സയാണ് അവിടെ നടത്തുന്നത്, ഞാൻ എന്താണ് പഠിച്ചത്, എന്ത് സർട്ടിഫിക്കറ്റാണ് തങ്ങളുടെ കയ്യിലുള്ളത് എന്ന് കൂടി ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. കാരണം അവിടെ ചികിത്സയ്ക്ക് വരുന്ന 10,000 ആൾക്കാരാണെന്ന് താങ്കൾ തന്നെ പറയുന്നു. ഒരു ദിവസം ഞാൻ ഇപ്പോൾ നോക്കാൻ തിരക്ക് കാരണം 300-350 ആൾക്കാരെ നോക്കുന്നുള്ളൂ എന്ന് പറയുന്നു. ഇന്നൊരു സാധാരണ ഹോസ്പിറ്റലിൽ പോയാൽ ഒരു ഡോക്ടർമാർക്ക് ഇപ്പോൾ 300 പേരെ നോക്കാൻ വേണ്ടി സാധിക്കില്ല. താങ്കൾ ഈ 3 മിനിറ്റ് കൊണ്ട് എന്താണ് ജനങ്ങളുടെ ശ്രദ്ധിക്കുന്നത്, എന്ത് സൂക്കേടിനാണ് താങ്കൾ മരുന്ന് കൊടുക്കുന്നത്, താങ്കൾ ഏതിലാണ് ഡിഗ്രി എടുത്തത്, അതൊക്കെ ജനങ്ങളോട് താങ്കൾ തുറന്നു പറയാൻ വേണ്ടി തയ്യാറാകണം. അപ്പോൾ താങ്കളുടെ സർട്ടിഫിക്കറ്റും ഇതൊക്കെ കാണുന്ന സമയത്ത് ആൾക്കാർക്ക് കൂടുതൽ അങ്ങോട്ട് വരാനും ചികിത്സിക്കാനും വേണ്ടി ഒരു സാഹചര്യം താങ്കൾ ഒരുക്കണമെന്നാണ് വിനീതമായി നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി അങ്ങനെയല്ല വേറെ എന്തെങ്കിലും പരിപാടിയാണെങ്കിൽ അതുകൂടി താങ്കൾ പറയണം. കാരണം പൊതുജനങ്ങൾക്ക് ഒരു അവയർനെസ് തീർച്ചയായിട്ടും കൊടുക്കേണ്ടതായിട്ട്. താങ്കൾ പറയുന്നത് ഞാൻ ചികിത്സ പഠിച്ചു എന്ന് പറയുന്നു. ആ ഉസ്താദിനെ വരെ താങ്കൾ കുറ്റം പറയുന്നു. ആ ഉസ്താദിന്റെ മക്കൾ വരെ താങ്കൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു. താങ്കളെ പഠിപ്പിച്ച ഉസ്താദിന്റെ മക്കൾ തന്നെയാണ് ആദ്യമായിട്ട് താങ്കൾക്കെതിരെ വരുന്നത്. കാരണം അവർ വരും. കാരണം താങ്കളുടെ ചികിത്സ എന്താണെന്ന് അവർക്ക് തീർച്ചയായിട്ടും നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ താങ്കൾക്കെതിരെ ആദ്യമായിട്ട് തെളിവുമായി രംഗത്ത് വരാനുള്ളൊരു കാരണം. ഇനി അങ്ങനെയൊന്നുമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താങ്കൾക്ക് അത് പുറത്തുവിടാവുന്നതാണ്. താങ്കൾ പറയുന്നു എല്ലാം CCTV ക്യാമറയിൽ സജ്ജീകരിച്ച റൂമിലാണ് ചികിത്സാ കാര്യങ്ങൾ എന്നൊക്കെ താങ്കൾ പറയുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കൂടി താങ്കൾ ചികിത്സ നടത്തുന്ന വീഡിയോ കൂടി യൂട്യൂബിൽ പുറത്തുവിടണം. കാരണം താങ്കൾക്ക് യൂട്യൂബ് ചാനലും എല്ലാം 24 മണിക്കൂർ മുകളിലിരിക്കുന്ന താങ്കൾക്ക് എന്തുകൊണ്ട് താൻ അവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് പൊതുജനങ്ങൾക്ക് അറിയാൻ പറ്റാത്തതായിട്ട് എന്താണ് അവിടെ ഉള്ളത്? തീർച്ചയായിട്ടും അത്തരം ഒരു വീഡിയോ കൂടി പൊതുജനങ്ങൾക്ക് മുമ്പായി പ്രദർശിപ്പിക്കണമെന്നാണ് നമുക്ക് വിനീതമായി തങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിൻ്റെ വീഡിയോ ബാക്കി ഭാഗം കൂടി തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.